ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പാകിസ്ഥാനിൽ ജയിലിലുള്ള മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ ഞായറാഴ്ച വിദേശ പാകിസ്ഥാനികളോട് രാജ്യത്തേക്ക് പണം അയക്കുന്നത് നിർത്തണം എന്നാവശ്യപ്പെട്ടു. 2023 മെയ് 9 2024 നവംബർ 26 ഇടയിൽ രാജ്യത്ത് നടന്ന സംഭവങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ 2 ജുഡീഷ്യൽ കമ്മീഷനുകൾ സ്ഥാപിക്കണം എന്ന അദ്ദേഹത്തിന്റെ നിർബന്ധത്തെ തുടർന്ന് സർക്കാരും പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് അഥവാ PTI പാർട്ടിയും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് വിദേശ കറൻസി അയക്കുന്നത് ബഹിഷ്കരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം നിലവിൽ വരുന്നത്. ഒരിക്കൽ കൂടി വിദേശ കറൻസി പണമയക്കൽ ബഹിഷ്കരണം തുടരാൻ ഞാൻ വിദേശ പാകിസ്ഥാനികളോട് അഭ്യർത്ഥിക്കുന്നു. ഈ സർക്കാരിന് പണം അയക്കുന്നത് നിങ്ങളുടെ കഴുത്തിലെ കുരുക്ക് മുറുക്കുന്ന കൈകളെ ശക്തിപ്പെടുത്തുന്നു. ഖാൻ എക്സിലെ ഒരു പോസ്റ്റിലൂടെയാണ് സംഭവം ജനങ്ങളെ അറിയിക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന വിവാദമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ 1ാം വാർഷികമായ ഫെബ്രുവരി 8 രാജ്യവ്യാപകമായി പ്രകടനങ്ങൾ നടത്താനും ഖാൻ ആഹ്വാനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായി PTI ആരോപിക്കുന്നുമുണ്ട്. രാജ്യവ്യാപകമായി ഒരു കറുത്ത ദിനം ആചരിക്കാൻ തയ്യാറെടുക്കണമെന്നും ഇമ്രാൻഖാന്റെ ഖൈബർ പഷ്തൂൺഖയിൽ നിന്നുള്ള വടക്കൻ പഞ്ചാബിൽ നിന്നുമൊക്കെയുള്ള ആളുകൾ പ്രതിഷേധങ്ങൾക്കായി സ്വാബിയിൽ ഒത്തുകൂടണമെന്നുമുള്ള ആഹ്വാനമാണ് ഇപ്പോൾ വൈറലാകുന്നത്. മറ്റുള്ളവർ അതാത് നഗരങ്ങളിൽ പ്രകടനങ്ങൾ നടത്തണമെന്നുമാണ് ഖാൻ എക്സിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. അവിശ്വാസ വോട്ടെടുപ്പിനെ തുടർന്ന് 2022 ഏപ്രിലിൽ ഖാൻ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അതിനുശേഷം നിരവധി കേസുകൾ അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അറസ്റ്റിലായ അദ്ദേഹം കൂടുതലും റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിലായിരുന്നു. പക്ഷേ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പതിവായി സന്ദേശങ്ങൾ അയക്കുകയും സഹോദരിമാരെയും പാർട്ടി നേതാക്കളെയും അഭിഭാഷകരെയും കാണുകയും ചെയ്യുന്നുണ്ട്. പ്രവാസികൾക്കിടയിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ജനപ്രിയമാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ ആദ്യം അദ്ദേഹം അവരോട് പണമയക്കൽ നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവർ പാകിസ്ഥാനിലെ അവരുടെ ബന്ധുക്കൾക്ക് പണം അയക്കുന്നത് തുടർന്നു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ 2ാമത്തെ ആഹ്വാനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് വിദേശ തൊഴിലാളികളിൽ നിന്നുള്ള പണമയക്കൽ നിർണായകമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ജൂൺ 30 അവസാനിക്കുന്ന നടപ്പ് വർഷം $35 ബില്യൺ ഡോളറിലധികം പണമയക്കൽ സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ സ്വന്തം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അറിയുന്ന പാകിസ്ഥാന്റെ തന്നെ മുൻ ഭരണാധികാരിയാണ് ഇത് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കാണോ പണം അയക്കേണ്ടത്? പാകിസ്ഥാനിൽ അയക്കാതെ അറിയില്ല. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ദാരിദ്ര്യം വന്നത് എന്നത് ശ്രദ്ധേയമാണ്. കാരണം നമുക്ക് മതമാണ് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള ടെൻഡൻസി ആയിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ. ചില അമ്മായിയമ്മ നാത്തൂമാര് പോര് പോലെ ഇവരെ മറ്റുള്ള രാജ്യങ്ങളുടെ വളർച്ചയിൽ അണപ്പല്ലുകൾ കടിച്ചു ഞെരിച്ചുകൊണ്ടേയിരുന്നു. സ്വന്തം രാജ്യത്ത് തീവ്രവാദവും ഭീകരവാദവും വളർത്തി മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള ടെൻഡൻസിയും സ്വന്തം രാജ്യങ്ങളിൽ നിന്നും വളർത്തിയെടുത്തു. അതുകൊണ്ട് ഇറാനെ പോലെയും അഫ്ഗാനെ പോലെയും ബംഗ്ലാദേശിനെയും ഒക്കെ പോലെ ഒരു മതത്തിനു മാത്രം പ്രാധാന്യം നൽകുകയും മറ്റു മതവിഭാഗങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ടെൻഡൻസിയും പാകിസ്ഥാൻ വളർത്തിയെടുത്തപ്പോൾ ഇറാനേക്കാൾ താലിബാനേക്കാൾ അധപ്പതിച്ച രൂപത്തിൽ ദാരിദ്ര്യത്തിന്റെ ആവലും കഞ്ഞിയുമായിട്ട് മാറുകയായിരുന്നു പാകിസ്ഥാൻ. ലോകമെമ്പാടുമായി പീഡനം നേരിടുന്ന ക്രൈസ്തവരുടെ എണ്ണം 2024 വളരെ കൂടുതലാണ് എന്ന് നമുക്കറിയാം. അന്താരാഷ്ട്ര സംഘടനയായ ഓപ്പൺ ഡോർസിന്റെ വാർഷിക റിപ്പോർട്ടിലും ഇത് വ്യക്തമാണ്. 30 വർഷത്തിലേറെയായി ക്രിസ്ത്യാനികൾ അതികഠിനമായി പീഡിപ്പിക്കപ്പെടുന്ന 50 രാജ്യങ്ങളെ കുറിച്ചിട്ടുള്ള ഓപ്പൺ ഡോർസിന്റെ റിപ്പോർട്ടും ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാണ് സ്വന്തം രാജ്യം ദാരിദ്ര്യത്താൽ വരിഞ്ഞു മുറുക്കപ്പെടുന്നത് എന്നതിന്റെ ഉത്തരം ഇതിനകത്ത് തന്നെയുണ്ട്. അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ഇറാനിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും നൈജീരിയ, എറിത്രിയ, സുഡാൻ, ലിബിയ, യമൻ, സൊമാലിയ, ഉത്തര കൊറിയ തുടങ്ങിയ അനേകം രാജ്യങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളാകുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഏറെ പീഡിപ്പിക്കപ്പെടുന്നു. സ്വന്തം രാജ്യത്തിന്റെ വളർച്ച ഇവർക്ക് പ്രശ്നമല്ല. മറിച്ച്
ഈ എല്ലാ രാജ്യങ്ങളിലും മതമാണ് ഇവരുടെ പ്രശ്നം. ലിബിയയില് ഹിന്ദുമതം സ്വീകരിച്ചവരോട് അങ്ങേയറ്റം ശത്രുത പുലർത്തുന്ന ഒരു രാജ്യമാണ് ലിബിയ. തന്നെയുമല്ല, ഇവിടെയുള്ള തീവ്രവാദ സംഘമായിട്ടുള്ള ഇസ്ലാമിക സംഘടനകൾ ക്രിസ്ത്യാനികളെയാണ് ഏറ്റവും കൂടുതലായിട്ട് ലക്ഷ്യമിടുന്നത്. അവരുടെ വിശ്വാസം പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്ന ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദികൾ. യമൻ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ തെരഞ്ഞു പിടിച്ച് പീഡിപ്പിക്കപ്പെടുന്ന ഒരു നാട് കൂടിയാണ് യമൻ. ബൈബിള് കൈവശം വയ്ക്കുന്നത് പോലും തെറ്റ്. ചില പ്രദേശങ്ങളിൽ അത് ക്രിമിനൽ കുറ്റത്തിലാണ് വരുന്നത്. അവരുടെ വിശ്വാസമാണ്, പക്ഷെ അത് പറ്റില്ല. ഇത്രയും അസഹിഷ്ണുതയുള്ള ഒരു മതവിഭാഗം ഇസ്ലാമിസ്റ്റുകളല്ലാതെ വേറെയില്ല. സൊമാലിയ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പട്ടിണി മരണങ്ങൾ ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യത്ത് മതമാണ് പ്രധാനം. ശരീഅത്ത് നിയമം 100% പിൻപറ്റുന്ന ഒരു രാജ്യം കൂടിയാണ് സൊമാലിയ. ക്രിസ്ത്യാനികളാണ് എന്ന് കണ്ടാൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അവരെ കാച്ചിയേക്കാനാണ് ശരീഅത്ത് നിയമം. പതിവായിട്ട് പല തീവ്രവാദ സംഘടനകളും ലക്ഷ്യമിടുന്ന ഒരു രാജ്യം കൂടിയാണ് സൊമാലിയ. കാരണം അവർക്ക് എതിർത്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് ക്രിസ്ത്യാനികളെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കാനാണ് അവർ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുമതം സ്വീകരിച്ചതായിട്ട് സംശയിക്കുന്നത് പോലും ഒരാളുടെ ജീവൻ അപകടത്തിലാക്കാനുള്ള കാരണമാണ് സൊമാലിയയിൽ. ഇനിയും സൊമാലിയയിൽ എങ്ങാനും ഒരു ക്രിസ്ത്യാനിയെ കണ്ടെത്തിയാൽ വീട്ടുതടങ്കൽ, നിർബന്ധിത വിവാഹം, നിർബന്ധിത ഇസ്ലാം മതത്തിലേക്കുള്ള പരിവർത്തനം, മരണം അവരെ തേടി വരിക തുടങ്ങിയ ഒരുപാട് ആലങ്കാരികമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് സൊമാലിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തര കൊറിയ ആണെങ്കിൽ പിന്നെ പറയണ്ട. 1 2 അല്ല, 30 വർഷമായി ഉത്തര കൊറിയയിൽ അതിജീവിക്കുന്നതിനു വേണ്ടി ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡനം ചെറുതല്ല. ഒരു ക്രിസ്ത്യാനിയെ കണ്ടെത്തിയാൽ അയാളെ മാത്രമല്ല കുടുംബത്തെ മുഴുവനും പിന്നീട് ആ ഭൂമിയിൽ വച്ചേക്കാൻ പാടില്ല എന്ന ഒരു രീതിയാണ് ഇവർ നിലവിൽ കൊണ്ടുവരുന്നത്. ഒരു ക്രിസ്ത്യൻ പള്ളി പോലുമില്ല ഉത്തര കൊറിയയിൽ. 4 ലക്ഷത്തോളം വരുന്ന ക്രിസ്ത്യാനികൾ ഇന്നും പുറത്തിറങ്ങാതെ രഹസ്യമായി ഭൂഗർഭ അറകളിലാണ് അവരിന്നും ആരാധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇവർക്ക് ഇത്രയും അസഹിഷ്ണുത? സ്വന്തം മതവിശ്വാസം എത്രമാത്രം ഇവർക്ക് പ്രിയപ്പെട്ടതാണോ അത്രമാത്രം പ്രിയപ്പെട്ടതാണ് അവന്റെ മതവിശ്വാസവും എന്ന് ചിന്തിക്കാൻ മദ്രസ ബുദ്ധി കൊണ്ട് മതിയാവില്ല. ഇന്ത്യയില് ഇന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ സമാധാനത്തോടെ സ്വസ്ഥമായി ജീവിക്കുന്നു. ഒരുപക്ഷെ ഭൂരിപക്ഷം ഹിന്ദുക്കൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ രാജ്യത്ത് മതേതരത്വം വിളയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളെക്കാൾ ദുര്യോഗമായിരിക്കും നമ്മൾ അനുഭവിക്കേണ്ടി വരിക. അതായത് നമ്മൾ 10 രാജ്യങ്ങൾ എടുത്താൽ അതിൽ 9.25 രാജ്യവും മുസ്ലിം രാജ്യങ്ങൾ. അവിടെ പിന്നെ എങ്ങനെയാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സമാധാനത്തോടു കൂടി ജീവിക്കുക? നന്ദി.